നമസ്കാരം സുഹൃത്തുക്കളെ, ടെറോട്ട് ലവ് എനർജീസ് എന്ന ചാനലിന്റെ രണ്ടാമത്തെ ചാനലായ ടെറോട്ട് ലവ് എനർജീസ് 2.0യിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ മെസ്സേജ് ചെയ്യുക. ഇപ്പോൾ പേഴ്സണൽ റീഡിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും ഞാൻ കുറച്ച് തിരക്കിലുമായിപ്പോയി. അതിനോടൊപ്പം തന്നെ നമ്മുടെ ആദ്യത്തെ ചാനലിൽ അങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ്. അപ്പോൾ ഇന്നലെ മുതലാണ് നമ്മൾ വായനകൾ ഇട്ട് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ പരമാവധി എൻ്റെ പ്രേക്ഷകർ, നമ്മുടെ ഈ ചാനലും എൻ്റെ വായനകളും എല്ലാം ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഈ പ്രേക്ഷകർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാവുന്നവരിലേക്ക് ഈ ഒരു വായനകളെല്ലാം തന്നെ നമ്മുടെ ഈ പുതിയ ചാനൽ പരമാവധി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക, ലൈക്ക് ചെയ്യിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയുകയും വേണം. അപ്പോൾ തുടർന്നും ഈ ഒരു പ്രോത്സാഹനം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു ചാനലിലായിരിക്കും നമ്മുടെ വായനകൾ ഇനി ഉണ്ടാകുന്നത്. ആദ്യത്തെ ചാനലിൻ്റെ കാര്യം ഞാൻ പിന്നീട് പറയാം, ഞാൻ പിന്നീട് അത് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്കൊന്ന് എത്തി നോക്കാം. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് പ്രപഞ്ചശക്തി ഈ റീഡിംഗ് നിങ്ങളെ കാണിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി 2 തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ പരിപൂർണമായിട്ടുള്ള ഈ വ്യക്തിയെക്കുറിച്ചുള്ള ഊർജ്ജമാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയുവാനുള്ള കാര്യങ്ങൾ, അങ്ങനെ മുഴുവനുമായിട്ടുള്ള ഊർജ്ജമാണ് നമ്മൾ ഇന്ന് നോക്കിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ, വളരെയധികം നിങ്ങളുമായിട്ട് ആർത്തുല്ലസിക്കാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നു. നിങ്ങളുമായിട്ടുള്ള ഓരോ നിമിഷവും ആസ്വദിച്ച് മുന്നോട്ട് പോകുവാനാണ് ഇപ്പോൾ ഈ വ്യക്തിയുടെ ആത്മാവ് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് മതിയായി, നിങ്ങളിൽ നിന്നും അകന്നകന്ന് ഈ വ്യക്തിക്ക് മതിയായിരിക്കുന്നു. നിങ്ങളുടെ ശബ്ദം കേൾക്കാതെ, സാന്നിധ്യമില്ലാതെ, നിങ്ങളുമായി കൃത്യമായിട്ട് ഒന്ന് സംസാരിക്കുക പോലും ചെയ്യാതെ മാറി നിന്ന്, അകന്നു നിന്ന് ഈ വ്യക്തിക്ക് മതിയായിരിക്കുന്നു. ഇത് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഇപ്പോൾ ഓരോ നിമിഷവും പ്രപഞ്ചശക്തി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയുടെ മനസ്സും അതുപോലെ ചിന്തകളും ഒക്കെ ശുദ്ധീകരിച്ചതായി നമുക്കിവിടെ കാണാം. വളരെയധികം പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ നല്ല രീതിക്ക് തന്നെയുള്ള മാറ്റങ്ങൾ ഈ പേഴ്സണ് വന്നിട്ടുണ്ട്. ഇതത്രയും നമുക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രേക്ഷകരായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പ്രണയബന്ധത്തിൽ അത്രത്തോളം ഒരു പൂർണ്ണത വന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്രയും വെളിച്ചമായിരുന്ന നിങ്ങളെ മാറ്റി നിർത്തിയിട്ട് ഈ വ്യക്തി സ്വന്തമായി തന്നെ ഇരുട്ടിൻ്റെ കുഴികളിലേക്ക് പോയതാണ്, അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ മറവിലേക്ക് പോയതാണ്. പക്ഷെ അവിടെയൊന്നും ഈ പേഴ്സൺ വിചാരിച്ചിരുന്നില്ല നിങ്ങളുടെ സ്നേഹത്തിനും നിങ്ങളുടെ സാന്നിധ്യത്തിനും വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന്. പ്രപഞ്ചശക്തി ഈ വായന നിങ്ങളെ കാണിക്കുന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങളുടെ കണ്ണിൽ പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങളും ചില അറിയിപ്പുകളും തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെ ആത്മീയപരമായിട്ടുള്ള രീതികൾ നോക്കുകയാണെങ്കിൽ ക്രൗൺ ചക്ര വളരെയധികം ഒരു വിസ്ഫോടനം പോലെ ഒരു ആക്ടിവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതായി നമുക്കിവിടെ കാണാം. കാരണം ഈ വ്യക്തിയുടെ ചിന്തകളിലും മനസ്സിൽ വരുന്ന കാര്യങ്ങളിലും അറിവുകളിലും ഈ വ്യക്തിയുടെ മനസ്സിൽ വരുന്ന ഓരോ ഇൻഫോർമേഷൻസും സ്വരുക്കൂട്ടി വെക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ചിന്തകൾ മാത്രമാണ് ഈ വ്യക്തിയുടെ തലക്കകത്തുള്ളത്. വേറൊന്നിനെക്കുറിച്ചും ഈ വ്യക്തി വ്യാകുലപ്പെടുന്നതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. നിങ്ങളെക്കുറിച്ചും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തെക്കുറിച്ചും മാത്രമാണ് ഈ പേഴ്സൺ അത്രമേൽ ആഗ്രഹിക്കുന്നത്. അതെന്തെങ്കിലും തരത്തിൽ വീണ്ടെടുക്കണം എന്നുള്ള ചിന്തയാണ് പ്രപഞ്ചശക്തി ഈ വ്യക്തിക്ക് തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഏതെങ്കിലും ഒരു വളരെയധികം സന്തോഷപരമായിട്ടുള്ള രീതിയിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു. ആഘോഷിക്കാൻ പറ്റുന്നത് പോലെ, ഒരുമിച്ച് ആഘോഷിക്കുവാനും ഉല്ലസിക്കുവാനും ഒക്കെ പറ്റുന്ന പോലെ എന്തെങ്കിലും ഒരു സൽക്കാരത്തിലേക്കോ ഫംഗ്ഷനിലേക്കോ അല്ലെങ്കിൽ ഒരുമിച്ച് എവിടെയെങ്കിലും കൂട്ടുകാരുമായിട്ട് ഒക്കെ പോകുവാനും
ആസ്വദിക്കാനുമൊക്കെ ഈ പേഴ്സൺ വളരെയധികം താല്പര്യപ്പെടുന്നതായി നമുക്കിവിടെ കാണാം. നിങ്ങളുമായി വേർപിരിഞ്ഞിരിക്കുമ്പോൾ തന്നെ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വളരെയധികം ആത്മീയപരമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തി ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ആ വ്യക്തിയിൽ നിന്നും നല്ല രീതിയിലുള്ള ആത്മീയപരമായിട്ടുള്ള അറിവുകളും വളർച്ചയുമാണ് ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അതൊരു ഉപദേശിയായിരിക്കാം, അല്ലെങ്കിൽ തേർഡ് ഐ ചക്ര ആക്ടിവേഷൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. എന്തുകൊണ്ടോ വളരെയധികം ഇൻഫോർമേഷൻ ഈ വ്യക്തിയിലേക്ക് വന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് നിങ്ങളെക്കുറിച്ചും ഈ പ്രണയബന്ധത്തെക്കുറിച്ചും തന്നെയാണ് അത്തരം ഇൻഫോർമേഷൻസ് ഈ വ്യക്തിക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് അത്രയും പ്രാധാന്യം നിറഞ്ഞിട്ടുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ആദ്യമൊക്കെ ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള തീരുമാനങ്ങളോ ഉദ്ദേശങ്ങളോ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഈ വ്യക്തിയുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കണം എന്നുള്ളത് തന്നെയാണ്. ഓരോ സാഹചര്യത്തിനൊത്ത് തീരുമാനങ്ങൾ മാറ്റുന്നതായിരുന്നു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. പക്ഷെ നിങ്ങളുടെ ദുഃഖത്തെ മാറ്റിവിടുവാനും നിങ്ങളുടെ കണ്ണീര് തുടക്കുവാനും നിങ്ങളുടെ പരാതി എന്താണോ അത് പരിഹരിക്കുവാനുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ട് ഇപ്പോൾ ഈ വ്യക്തിയുടെ കൈകളിൽ ഇരിക്കുന്നത് അത്രയും അമൂല്യമായിട്ടുള്ള ഒരു നിധിയാണ്. അതായത് നിങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കറുത്ത തൂവലുകളൊക്കെ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങളുടെ ദേഹത്തൊക്കെ വീഴുകയാണെങ്കിൽ, അല്ലെങ്കിൽ കറുത്ത തൂവലുകൾ നിങ്ങൾ അപ്രതീക്ഷിതമായി കാണുവാൻ ഇടയായാൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രണയബന്ധത്തിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങളുടെ അവസാനത്തെയാണ് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവസാന ഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിൽ നിന്നും പല വഴിത്തിരിവുകളും പല പുതിയ വഴികളും അറിവുകളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. അത് തീർത്തും പുതിയതായിരിക്കും. ഇതുവരെയും കേട്ടതോ അല്ലെങ്കിൽ ഇത്രയും നാൾ അനുഭവിച്ചതോ ആയിരിക്കില്ല. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ മനസ്സിന്റെ മുറിവ് ഉണക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കാര്യത്തിൽ എടുത്തിരിക്കുന്ന ഈ പേഴ്സൺ ആ ഒരു 2 തീരുമാനം എന്ന് പറയുന്നത് സ്വന്തമായി തന്നെ നിങ്ങളുമായി കുറച്ച് സമയം ചെലവഴിക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ പേഴ്സൺ ഇപ്പൊ എത്ര ദൂരത്താണ് നിൽക്കുന്നതെങ്കിൽ പോലും അത്രയും ദൂരം താണ്ടിക്കൊണ്ട് അതിനെല്ലാം മറികടന്ന് നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരുവാനാണ് ഇപ്പോൾ ഈ വ്യക്തിയുടെ തീരുമാനം. അതിപ്പോ നിങ്ങളുടെ സുഹൃത്തായിരിക്കാം, അതായത് വേറെ സുഹൃത്തിന്റെ കൂടെയായിരിക്കാം ഈ പേഴ്സൺ ഇപ്പോൾ ഉണ്ടാകുന്നത്. പുതിയ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ടാകാം, പഠിക്കുന്നുണ്ടാകാം, വിദേശത്തായിരിക്കാം, അല്ലെങ്കിൽ കേരളത്തിലാണെങ്കിൽ പോലും വ്യത്യസ്ത സ്ഥലങ്ങളിലായിരിക്കാം. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം ഈ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരണം എന്നുള്ള ആഗ്രഹം ഈ വ്യക്തിയുടെ മനസ്സിൽ തീവ്രമായി കൊണ്ടിരിക്കുകയാണ്. വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ള സ്നേഹമാണ് എനിക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അതുമാത്രമല്ല ഈ വ്യക്തിയുടെ കൂടെ സ്പിരിച്വൽ പരമായിട്ട് ഉണർവ് ലഭിച്ചിട്ടുള്ള ഏതോ ഒരു വ്യക്തിയും കൂടെ ഉണ്ട്. അവരുടെ അറിവ് പ്രകാരവും ഉപദേശപ്രകാരവും അവരിൽ നിന്നും ലഭിച്ചിട്ടുള്ള ചില സ്പിരിച്വൽ പരമായിട്ടുള്ള പുതിയ അറിവുകൾ കൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ ഇങ്ങനത്തെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അതൊരു ഹീലറാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഹീലറെ കൊണ്ടുവന്നിരിക്കുന്നതും പ്രപഞ്ചശക്തി തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ സഹായിക്കുവാൻ. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ശത്രുക്കളിൽ നിന്നും മാറി നിൽക്കുന്നതായി നമുക്കിവിടെ കാണാം. നിങ്ങളിലേക്ക് കൂടിച്ചേരുവാനും നിങ്ങളുടെ മനസ്സിലെ മുറിവ് ഉണക്കുവാനും നിങ്ങളുമായി ആർത്തുല്ലസിക്കുവാനും ഒക്കെയാണ് ഈ പേഴ്സന്റെ തീരുമാനം. ഒരുമിച്ചുള്ളൊരു ജീവിതം ഈ പേഴ്സൺ ഇപ്പോഴേ തന്നെ സ്വപ്നം കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇത് എത്രയും പെട്ടെന്ന് തന്നെ യാഥാർത്ഥ്യമാക്കി തീർക്കണം എന്നുള്ള ചിന്താഗതിയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഇപ്പോൾ വളരെ ശുദ്ധീകരിച്ച ചിന്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള, നിങ്ങളെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതുമായിട്ടുള്ള ചിന്തകളാണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വരുന്നത്. അത് തീർത്തും എന്നേക്കുമായി പോസിറ്റീവായിട്ട് തന്നെ ഒരു തീജ്വാല പോലെ മനസ്സിൽ ആളിക്കത്തിക്കൊണ്ട് നിൽക്കുന്നു. ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് നോക്കാം. അതെ, ഐ ഫീൽ ഷാറ്റേർഡ് അബൌട്ട് ദിസ് സിറ്റുവേഷൻ. ഇപ്പൊ ബ്രോക്കൺ ഹാർട്ടാണ്. തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ ഹൃദയം കീറി മുറിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ്. ഈ പ്രണയബന്ധത്തിന് വിള്ളലുകൾ സംഭവിച്ചിട്ടുള്ളതും ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് കൊണ്ടുള്ള തെറ്റുകൾ തന്നെയാണെന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു.
അതുപോലെ തന്നെ ഗിൽറ്റിയാണ്, അതായത് കുറ്റബോധം. ഐ ഫീൽ പെയിൻ ഫ്രം ദ ഡാമേജ് ഐ ഹാവ് കോസ്റ്റ്. അതെ, ഈ പേഴ്സൺ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഈ പേഴ്സൺ നിങ്ങളോട് പശ്ചാത്തപിക്കുന്നു. ഈ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നത്. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള 2 തീരുമാനങ്ങളാണ്. നിങ്ങളുടെ മനസ്സ് സന്തോഷിപ്പിക്കുവാനും, നിങ്ങളെ നേരിട്ട് കാണുവാനും, ആശ്വസിപ്പിക്കുവാനും, നിങ്ങളുമായി എവിടെയെങ്കിലും ഒന്ന് പോകുവാനും, സന്തോഷിച്ചാനന്ദിച്ച് ഉല്ലസിക്കുവാനും. അതുപോലെ ഒരു ഹീലർ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട്. അവരുടെ ഉപദേശം കൈക്കൊള്ളുവാനും, അവർ പറയുന്നത് അംഗീകരിക്കുവാനും, നിങ്ങളുമായിട്ടുള്ള ഒരുമിച്ചുള്ള ഒരു കുടുംബജീവിതം ഈ പേഴ്സൺ എന്നേക്കുമായി പോസിബിൾ ആക്കുവാൻ പോകുന്നു. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.